ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു വെഷറെക്സിന്റെ അഫിഡവിറ്റിൽ വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും അതുപോലെ തന്നെ വെഷറെക്സ് മൊറട്ടോറിയത്തിന്റെ സ്റ്റാറ്റസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം, ഈ വെഷറെക്സിന്റെ ഫണ്ട് ഹാക്ക് ചെയ്തിട്ടുള്ള ഹാക്കർ ആക്റ്റീവ് ആയിട്ടുണ്ട്, കുറച്ച് എമൗണ്ട് ഓഫ് എത്തീരിയം ടൊർണാഡോ ക്യാഷ് വഴി സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ടൊർണാഡോ ക്യാഷ് മൊത്തത്തിലൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലാവുമ്പോൾ അതിനകത്തേക്ക് ഇവർ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഫണ്ട് നമുക്ക് എത്രത്തോളം സാധ്യതകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിപ്പം ഹാക്കേഴ്സിന് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്ത്, ഹാക്കേഴ്സ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഒരുപാട് പേരും യൂസ് ചെയ്യുന്നുണ്ട് ടൊർണാഡോ ക്യാഷ്. അപ്പം അത് നിങ്ങൾക്ക് അതിനകത്തുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, പിന്നെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞു ഇന്ത്യയിലുള്ള ടോപ്പ് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം വെസിറെക്സും കോയിൻ D6ഉം കോയിൻ സ്വിച്ചൊക്കെ ആയിരുന്നു കുറച്ച് നല്ല രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. സോ ഓഫ് കോഴ്സ് ഇപ്പോൾ വെസിറെക്സ് ഒരുപാട് പ്രശ്നങ്ങൾ, വെസിറെക്സ് കുറച്ചായി ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട്. കാരണം ഒരു ഷാർഡിയം എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഒക്കെ വന്നതിന് ശേഷം വെസിറെക്സിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് തന്നെ പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് കോയിൻ D6 കോയിൻ സ്വിച്ചാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടായിരുന്നു. സോ കോയിൻ DCX എന്ന് പറയുന്നത് ഇപ്പം കറന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോയിൻ D6 കുഴപ്പമില്ല, എന്തെങ്കിലും നല്ലൊരു എക്സ്ചേഞ്ച് ആണ്. ഓഫ് കോഴ്സ് ക്രിപ്റ്റോ ഡെപ്പോസിറ്റ്സും വിഡ്രോൾ തന്നില്ല, ഒരാൾ കമന്റ് ചെയ്ത് കണ്ടായിരുന്നു. അപ്പം അതെന്താണെന്ന് വെച്ചാൽ റെഗുലേറ്ററി കൺസേൺസ് ഉള്ളത് കൊണ്ടായിരിക്കാം. എന്ന് വെച്ചിട്ട് അത് അവർ ഫണ്ട് പറ്റിക്കോ ഇല്ലയോ എന്നല്ല, കറന്റ് ഞാൻ പറഞ്ഞു അവരെല്ലാം അടിപൊളിയാണ്, എല്ലാം തികഞ്ഞൊരു എക്സ്ചേഞ്ച് ആണ് ഞാൻ ഒരിക്കലും പറയില്ല. ലിക്വിഡിറ്റിക്ക് കുറവുണ്ട്, ഈ പറഞ്ഞ ക്രിപ്റ്റോ ഡെപ്പോസിറ്റ്സ് വിഡ്രോവൽസ് എനേബിൾഡ് അല്ല, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. സോ സ്വാഭാവികമായിട്ടും അത് എല്ലാം തികഞ്ഞൊരു എക്സ്ചേഞ്ച് അല്ല, ബട്ട് കമ്പാരിറ്റീവ്ലി ബെറ്റർ ഇന്ത്യൻ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ INR ഡെപ്പോസിറ്റ് ചെയ്ത് വാങ്ങുന്നത്, കറക്റ്റ് നമ്മുടെ ബാങ്കിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് വിഡ്രോവൽസ് എല്ലാം കറക്റ്റ് സമയത്ത് ലഭിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് കോയിൻ D6 തന്നെയാണ്. ഓഫ് കോഴ്സ് ഞാൻ കോയിൻ സ്വിച്ച് അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ, കോയിൻ D6ൽ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണല്ലോ, ഇത് കോയിൻ D6നെ കുറിച്ചുള്ള ഒരു പ്രൊമോഷൻ ഒന്നും അല്ല. പ്രൊമോഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ച് ഒക്കെ ആദ്യം FIU രജിസ്റ്റർ അല്ലാണ്ട് ബാൻ ചെയ്തിരുന്നു, ബൈനാൻസ് കുക്കോയിൻ ഒക്കെ. അതിനുശേഷം ബൈനാൻസിനും കുക്കോയിനും FIU രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പം അത് അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിനകത്തൊക്കെ, നമ്മൾ ഷോർട്സ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പുതിയൊരു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ 4 ബാൻ ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ച്, 4 എക്സ്ചേഞ്ച് ബാൻ ചെയ്തിട്ടുള്ളതാണോ അറിയില്ല, 4 എക്സ്ചേഞ്ചസ് കൂടി FIU രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് വന്നിരുന്നു. നെയിം റിവീൽ ചെയ്തിട്ടില്ല. ഈ 4 എക്സ്ചേഞ്ചിൽ 2 അടുത്ത മാർച്ച് ആകുമ്പോഴേക്കും കൺസിഡർ ചെയ്യും എന്ന് പറയുന്നുണ്ട്. സോ അത് ഏതാണ് എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. മേ ബി ബിറ്റ്കെഡ് ആയിരിക്കാം, അല്ലെങ്കിൽ OKX ആയിരിക്കാം, ബൈബിറ്റ് ആയിരിക്കാം. ബൈബിറ്റ് ഇപ്പം കറന്റ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലായിരുന്നു. സോ അങ്ങനത്തെ കുറച്ച് എക്സ്ചേഞ്ചസ് ഏതാണെന്ന് അറിയില്ല. ഈവൻ ദോ ഇതിപ്പം FIU രജിസ്റ്റേർഡ് അല്ലാന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇന്ത്യൻ യൂസേഴ്സ് ട്രേഡിങ്ങിനൊക്കെ പ്രിഫർ ചെയ്യുന്നത് ഇന്റർനാഷണൽ എക്സ്ചേഞ്ചസ് തന്നെയാണ്. കാരണം അതിലുള്ള ലിക്വിഡിറ്റിയും വോളിയം നോക്കിയിട്ട് തന്നെയാണ്. ഇന്ത്യൻ എക്സ്ചേഞ്ചസിൽ കമ്പാരിറ്റീവ്ലി വോളിയം കുറവാണ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ലോങ് ടൈം ഹോൾഡ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഒരിക്കലും എക്സ്ചേഞ്ച് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യില്ല. നിങ്ങൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർ വാലറ്റ്, മീൻസ് നമുക്ക് സ്വന്തമായിട്ട് ഹാർഡ്വെയർ വാലറ്റ് ഇല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ വാലറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. മീൻസ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ മേ ബി 2 മാസം 3 മാസം യൂസ് ചെയ്തിട്ട് വേറെ എക്സിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എത്ര വാലറ്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാമല്ലോ. സോ നിങ്ങൾക്ക് അങ്ങനെ മാറ്റി വെക്കാം. ഒരു തന്നെ ഐഡിയലാക്കി വെക്കുന്നതിന് പകരം മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഒന്ന് പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് നമ്മുടെ ബാക്കപ്പ് ഒക്കെ ചെയ്ത് അതധികം മറ്റുള്ള ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇരിക്കാം. അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈവൻ FIU രജിസ്റ്റർ അല്ലാത്ത എക്സ്ചേഞ്ച് ആണെങ്കിൽ പോലും ചില എക്സ്ചേഞ്ചസ് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും പല വീഡിയോകളിലും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കാണാം. ഇപ്പോൾ ബിറ്റ്ഗെറ്റ് നമുക്ക് അവൈലബിൾ അല്ല, FIU രജിസ്ട്രേഷനിൽ ബാൻ ആയതാണ്. പക്ഷേ ബിറ്റ്ഗെറ്റിനെ കുറിച്ച് ഒരുപാട് പ്രൊമോഷൻസ് നമുക്ക് കാണാറുണ്ട്. സോ അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ഞാനും ഒരു ചെറിയൊരു എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ പറയുന്നത് ഇതൊന്നും ഒരു ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവ്, നിങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ള കാര്യത്തിനല്ല, പക്ഷേ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ ലോ ലിക്വിഡിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. നമ്മൾ മുൻപും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. MEXC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ഒരുപാട് കോയിൻസ് ഒക്കെ ഇറങ്ങുന്നതാണ്. സോ ഈ ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് നമുക്കിപ്പം ഈ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ലൈവ് പേജ് ആണ്. നമുക്ക് MEXC ബാൻ ആണെങ്കിലും URL നമുക്ക് ബൈനാൻസ് ആണെങ്കിലും URL ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇവിടെ MEXCയുടെ ലിങ്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഞാൻ മെയിൻലി ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ട്രേഡ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബൈനാൻസിനകത്തൊക്കെ ഒരു ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ചെറിയ എമൗണ്ട്, ഒരു 5x ലിവറേജ് എടുത്ത് കുറച്ച് എമൗണ്ട് ഭയങ്കര ഡൗൺ ആയി കിടക്കുമ്പോൾ ഒരു $100 നമ്മൾ ലിക്വിഡിറ്റി എടുത്തു, നമ്മൾ $100 ഫ്യൂച്ചർ ട്രേഡിൽ ഇട്ടു, അല്ലെങ്കിൽ $50 നമ്മൾ ട്രേഡ് എടുത്തിട്ട് 5x ലിവറേജ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡേഷൻ പോയിന്റ് ഭയങ്കര താഴെയായിരിക്കും. പക്ഷേ കുറച്ചായിട്ട് കഴിഞ്ഞാൽ ഒരു $10 $12 ഒക്കെ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ADL റേഷ്യോ എന്ന് വേണ്ടി നിങ്ങൾക്ക് കാണാം. ആ ഒരു ഫ്യൂച്ചർ ട്രേഡിന്റെ അവിടെ ഒരു 3 4 5 ഒരു ലൈൻ ഉണ്ടാവും. ആദ്യം ഗ്രീൻ ആയിരിക്കും, പോകാറ് ഗ്രീൻ മാറി റെഡ് ആവും. വിച്ച് മീൻസ് ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസൽ ആക്കേണ്ടി വരും. ഇവിടെ അത് ലോസിലേക്ക് പോയാലും അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ചെയ്യേണ്ടി വരും, ഫോഴ്സ് ആയിട്ട് ക്ലോസ് ചെയ്യേണ്ടി വരും. എനിക്ക് അതുവരെ ഒരു ഇഷ്യൂ ഉണ്ടാവാത്ത ഒരു എക്സ്ചേഞ്ച് ആണ് MEXC എന്ന് പറയുന്നത്. നല്ല ലിവറേജും ഉണ്ട്, നമുക്ക് എത്ര നാൾ വേണമെങ്കിലും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്, BNBയുടെ പൊസിഷനാണ്. എനിക്ക് ഭയങ്കര നഷ്ടത്തിലാണ് കിടക്കുന്നത്, ഏകദേശം $80 $85 $100 എങ്ങാണ്ട് ലോസിലാണ് കിടക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാനത് $150 എക്സ്ട്രാ ഫണ്ട് ചെയ്തിട്ട്
ഭയങ്കരമായിട്ട് എൻ്റെ ലിക്വിഡേഷൻ റേഞ്ച് ചെയ്ത $300 തോന്നുന്നുണ്ട്. BNB ഒക്കെ $300 വന്നു കഴിഞ്ഞാൽ എൻ്റെ മൊത്തം $150-190 പോവും. സോ ആ ലെവലിലേക്ക് വെച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും ഞാനത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മോർ ദാൻ ഇപ്പോൾ ഒരു മാസത്തിനടുത്തായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇപ്പോൾ $80 ആണെങ്കിൽ BNB അത്രയും വലിയൊരു പ്രൈസിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അറിയാണ്ട് ബൈ ചെയ്ത് പോയതാണ്. ബട്ട് ഞാനത് പിന്നെ നോക്കിയിട്ടില്ല. അപ്പം ആ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചർ ട്രേഡിങ്ങിന് നല്ലൊരു എക്സ്ചേഞ്ച് ആയിട്ട് എനിക്ക് ഇപ്പോഴും കൺസിഡർ ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തില്ല, നിങ്ങൾക്ക് ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് MEXനകത്ത് ഫ്യൂച്ചർ ട്രേഡ് ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് ഇത് മാത്രം അടിപൊളിയാണെന്നല്ല പറയുന്നത്, ഫ്യൂച്ചർ ട്രേഡിങ്ങിന് അടിപൊളിയാണ്. ഇൻവെസ്റ്റിംഗ് പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ബാക്ക് ടു ടൊർണാഡോ ക്യാഷ്. ടൊർണാഡോ ക്യാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇത് ഈ ഒരു സംഭവം ഒരു ഇമേജ് ഉണ്ട്, ഇതൊരു DeFi ബ്ലോക്ക് ചെയിൻ ആണെന്ന് വിചാരിക്കുക. സോ ഈ ഒരു സാധനത്തിലേക്കാണ് നമ്മളിപ്പം ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ഇപ്പം ഹാക്കർ മൊത്തം പറഞ്ഞനുസരിച്ചിട്ട് നമ്മുടെ ഇവിടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 7600 എത്തീരിയം, അതായത് എത്രയും വലിയൊരു എത്തീരിയമാണ് ഈ ടൊർണാഡോ ക്യാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. സോ ടൊർണാഡോ ക്യാഷ് എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ഹാക്കർ ഒരു വട്ടം നമുക്ക് ഒറ്റയടിക്ക് 7600 പറ്റില്ല കേട്ടോ, മാക്സിമം 100 എത്തീരിയം വരെ പറ്റുള്ളൂ. സോ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് ഇങ്ങനെ ഇതിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്തേക്കുന്നത്. അതായത് ഒറ്റ ഇതിലൊന്നും 7000 ഒന്നും പറ്റില്ല, മാക്സിമം 100 എത്തീരിയം പറ്റുള്ളൂ. സോ അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസിൽ ഈ എത്തീരിയം 7600 എത്തീരിയം ടൊർണാഡോ ക്യാഷിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഇപ്പം ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പം ടൊർണാഡോ ക്യാഷ് എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഇതിപ്പം ഹാക്കർ ഫണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു 100 എത്തീരിയം ഒറ്റ ടൈമിൽ മൂവ് ചെയ്തു, ഇവിടെ വേറൊരാൾ 50 എത്തീരിയം മൂവ് ചെയ്തു, അതുപോലെ ഇവിടെ ഒരു 30 എത്തീരിയം, അങ്ങനെ ആൾക്കാരെ മൂവ് ചെയ്തു വിചാരിക്കുക. ഈ സാധനം ഇവിടുന്ന് വരുമ്പോൾ നമുക്ക് ക്രിപ്റ്റോന്റെ സംഭവം നിങ്ങൾക്ക് അറിയാലോ, ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് ഒരു ബ്ലോക്ക് ചെയിനിലേക്ക് പോകുന്നു, വീണ്ടും ഒരു ബ്ലോക്ക് ചെയിനിലേക്ക് പോകുന്നു. സോ ഇതെല്ലാം നമുക്ക് ട്രാക്കബിൾ ആണ്, ഏതൊക്കെ അഡ്രസ്സിലേക്ക് പോയി എങ്ങനെയൊക്കെ പോയി നമുക്ക് അറിയാൻ പറ്റും. ഈ ടൊർണാഡോ ക്യാഷിലേക്ക് പോകുന്നവരെ നമുക്കറിയാം, ഈ ഒരു BSC സ്കാൻ ആണെങ്കിലും എത്തീരിയം സ്കാൻ ആണെങ്കിലും ഇത്ര സ്കാൻ ആണെങ്കിലും ആ ഒരു അഡ്രസ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ റിമാർക്ക് കൊടുത്തിട്ടുണ്ടാവും. കാരണം അത് വെഷറെക്സ് എക്സ്പ്ലോയിറ്റർ ആണ്, അല്ലെങ്കിൽ അത് ഹാക്ക് വന്ന ഫണ്ടാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം വലിയ വലിയ ജസ്റ്റിൻ സൺ ആണെങ്കിലും വിറ്റാലിക് ബുട്ടറിന്റെ വാലറ്റ് ആണെങ്കിലും ആരുടെ വാലറ്റ് ആണെങ്കിലും നമുക്ക് അവിടെ മാർക്ക് ചെയ്യും ഇന്നയാളുടെ അല്ലെങ്കിൽ ബൈനാൻസ്, നമ്മൾ ട്രാൻസാക്ഷൻ അഡ്രസ് ചെയ്യുമ്പോൾ ഇത് ബൈനാൻസിന്റെ ആണ്, ഒരു ഡൊമൈൻ നെയിം, ഒരു ENS പോലെ നെയിം അവിടെ കാണുന്നുണ്ടാവും. സോ ആ ഒരു നെയിം നമുക്ക് ഓൾറെഡി റിമാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ടൊർണാഡോ ക്യാഷിലേക്ക് ഒരു 7600 മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ആയിട്ട് ടൊർണാഡോ ക്യാഷിലേക്ക് വരുന്നവരിക്കും ആ വാലറ്റിനകത്ത് നമുക്ക് വെഷറെക്സ് എക്സ്പ്ലോയിറ്റർ എന്ന് പറഞ്ഞിട്ട് സംഭവം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. സോ അത് കണ്ട് നമുക്ക് ഇത് ഏതിലേക്ക് ഈ ഹാക്കർ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ പറഞ്ഞ ഹാക്കർക്ക് നോർത്ത് കൊറിയൻ ഹാക്കേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഗവൺമെന്റിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഗവൺമെന്റ് തന്നെയാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് പൊതുവെ പറയുന്നത്. ഇപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയല്ല, അങ്ങനെയാണ് പൊതുവെ പറയുന്നത്. എക്സ്ചേഞ്ചസിനൊക്കെ ഫണ്ട് ഒരുപാട് വലിയ പ്രസ്ഥാനമാക്കാം, ഒരുപാട് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് പൈസ കൊടുത്ത് വലിയ ഹാക്കേഴ്സിനെ കൊണ്ട് വലിയ ഫണ്ടാകുമ്പം ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ടാവുമല്ലോ കമ്പനിക്ക്. അതുകൊണ്ടായിരിക്കും ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. സോ ഇവർക്ക് 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന്, ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിലേക്ക് മൂവ് ചെയ്യാം. ഈ ഹാക്ക് ചെയ്ത ഫണ്ട് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്ചേഞ്ച് നമുക്ക് ഈ ഒരു ഇവിടെ മാപ്പ് ഇടുമ്പോൾ ഈ ഒരു വാലറ്റ് ഹാക്ക്ഡ് വാലറ്റിലത്തെ അഡ്രസ് ആണ് എന്ന് പറഞ്ഞ് ഈ എക്സ്ചേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉടനടി എക്സ്ചേഞ്ച് സെൻട്രലൈസ് എക്സ്ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇത് ഹാക്ക് ചെയ്ത ഫണ്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ കുറച്ച് എമൗണ്ട് ഇവർ ഓൾറെഡി തിരിച്ചെടുത്തിട്ടുണ്ട്. അത് പറയുന്നത് വെച്ചാൽ ഏകദേശം $113K 113K വർത്ത് ഓഫ് ക്രിപ്റ്റോ ഫ്രീസൺ ചെയ്തിട്ടുണ്ട്. അതിൽ ചേഞ്ച് നൗ എന്ന് പറഞ്ഞൊരു വാലറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് $106 വന്നേക്കണേ. വെഷറെക്സിനകത്ത് തന്നെ കുറച്ച് കിടക്കുന്നുണ്ട്, ബൈനാൻസിനകത്ത് കുറച്ച് കിടക്കുന്നുണ്ട്. സോ ഇത് ഓൾറെഡി ഫ്രോസൺ ചെയ്താണ്. 234 നിന്ന് ഏകദേശം ഈ 113K, അതായത് ഏകദേശം 0.6% അങ്ങാണ്ടാണ് ഇപ്പോൾ കറന്റ് ഫ്രോസൺ ആയിരിക്കുന്നത്. അതായത് ഹാക്കറിന് യൂസ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ പറഞ്ഞാൽ $21K വർത്ത് ഓഫ് ടോക്കൺ ഇപ്പോഴും ആ ഹാക്ക് ചെയ്ത വാലറ്റിനകത്ത് കിടക്കുന്നുണ്ട്, വിച്ച് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് ഫ്രോസൺ ആണ്. ആർക്കും എടുക്കാൻ പറ്റില്ല. ആ വാലറ്റ് ഡിപ്പോസിറ്റ്സും വിഡ്രോൾസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇനി ബാക്ക് ടു ടൊർണാഡോ ക്യാഷ്. അപ്പം ഇങ്ങനെ 2 ഓപ്ഷൻ ആണ്. ഒന്ന്, എക്സ്ചേഞ്ച് വഴിയാണെങ്കിൽ എക്സ്ചേഞ്ച് വഴി ആകുമ്പോൾ നമുക്ക് സെൻട്രലൈസ് ആയതുകൊണ്ട് തന്നെ ഇത് ഹാക്ക് വന്ന ഫണ്ടാണെന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചൈനയിലും മറ്റുള്ള സ്ഥലത്തും കിടക്കുന്ന ബ്ലാക്ക് മാർക്കറ്റ്, അതായത് OTC എന്ന് പറയും, ഡാർക്ക് വെബ്. ബ്ലാക്ക് മാർക്കറ്റ് എന്നല്ല, ഡാർക്ക് വെബ് വഴിയൊക്കെ വേണമെങ്കിൽ സെല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റ് വഴി OTC മുഖാന്തരം ഏതാ ട്രാക്ക് ഒന്നും അറിയാണ്ട് ഈ പറഞ്ഞ ഹാക്ക് ചെയ്ത ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ ഹാക്ക് ചെയ്ത ഫണ്ട് നമ്മൾ ഇതുപോലെ ഈ ഇതിൽ ടൊർണാഡോ ക്യാഷിലേക്ക് അയക്കാണ്ട് ട്രാക്ക് ചെയ്ത് വരികയാണെങ്കിലും അവർ OTC വെച്ച് പോകാൻ ചിലപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കിട്ടാൻ സാധ്യതകളുണ്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായിരുന്നു 2 ഓപ്ഷൻസ് ഉള്ളത്. ആ 2 ഓപ്ഷൻസ് തന്നെ ഇപ്പോൾ നിലവിലുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി ഇത് എങ്ങനെയാണ് ടൊർണാഡോ ക്യാഷിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ചാൽ, നമുക്കറിയാം ഇതിലിപ്പം ഈ വരുന്ന ഇത് ഹാക്കറിന്റെ ആണെന്ന് വിചാരിക്കുക. സോ ഈ പറഞ്ഞ സാധനത്തിലേക്ക് നമുക്ക് ഓൾറെഡി ഒരു ഇത് വന്നിട്ടുണ്ട്. കാരണം ഇത് ഹാക്ക് ചെയ്ത വാലറ്റ് ആണെന്ന് മനസ്സിലായി ഇങ്ങോട്ട് വന്നു. ഈ സാധനം ഇവിടേക്ക് ഈ ഒരു 100 എത്തീരിയം ഈ ഒരു ഹാക്കർ ഈ ടൊർണാഡോ ക്യാഷിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങേർക്ക് ഒരു നോട്ട് കിട്ടും. നോട്ട് എന്ന് പറയുന്നത് ഒരു മേ ബി കുറച്ച് നമ്പേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിജിറ്റ്സോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു പാസ് കീ പോലെ എന്തെങ്കിലും ഒരു സാധനം കിട്ടും. അത് ഇവിടെ കിട്ടി. ഇനി പുള്ളി ഈ ഒരു 100 എത്തീരിയം ഇവിടേക്ക് സെൻഡ് ചെയ്ത് 100 എത്തീരിയം വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 ഓപ്ഷൻസ്
ഇവിടെ ഒരു ബോക്സ് ഉണ്ടാവും, അതിൽ എത്ര എത്തീരിയം നമുക്ക് വിഡ്രോ ചെയ്യണം അല്ലെങ്കിൽ എത്ര വിഡ്രോ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇവിടെ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, പിന്നെ ഇവിടെ ഒരു വിഡ്രോവൽ അഡ്രസ്സ്. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 100 എത്തീരിയം അയച്ചു വരെ ഈ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് ശേഷം ഇതിനകത്ത് കടന്നിട്ട് എന്താണ് പ്രോസസ്സ് ഉണ്ടാവുക വെച്ചാൽ, ഇതിപ്പം ഒറിജിനലായിട്ട് ഹാക്കർ കൊണ്ടുവന്ന ഫണ്ട്, അതല്ലാണ്ട് വലിയ വലിയ ഞാൻ പറഞ്ഞ വിറ്റാലിക് പോലത്തെ വലിയ വലിയ ആൾക്കാർ ചിലപ്പം വില ഡൊണേഷൻ ഗിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അവരുടെ ഐഡന്റിറ്റി തെളിയിക്കാണ്ട് വലിയ രീതിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ കുറേ ആൾക്കാർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പം അതെല്ലാം ഇതിനകത്ത് കടന്ന് ഫുള്ള് മിക്സ് ആവുകയാണ്. ഈ പറഞ്ഞ 100 എത്തീരിയം 50 എത്തീരിയം 30 എത്തീരിയം എല്ലാം കൂടി കടന്ന് മിക്സ് ആവും. അത് ചിലപ്പം ഈ ഹാക്ക് ചെയ്ത 30 എത്തീരിയം ആയിരിക്കില്ല ഇവിടെ കിട്ടി. ഈ 100 എത്തീരിയത്തിൽ ഈ ഒരു 50 ചിലപ്പോൾ ഇവിടെ പോയിണ്ടാവും, ഇവിടുന്ന് ഒരു 10 പോയിണ്ടാവും. ചിലപ്പോൾ ഈ ഒരു വീണ്ടും ഇയാൾ 100 വിഡ്രോ ചെയ്യുമ്പോൾ ഈ ഒരു ഫണ്ടായിരിക്കും. അത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. സോ ഒരു മിക്സി പോലെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതിനകത്ത് കിടന്നിട്ടുള്ള എല്ലാ എത്തീരിയംസും മിക്സഡ് ആയിട്ട് ഈ ഹാക്കർ അല്ലെങ്കിൽ ആരാണെങ്കിലും വിഡ്രോ ചെയ്യുമ്പോൾ ഇവർ ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ള നോട്ടില്ലേ, അത് ഇവിടെ അടിച്ചു കൊടുക്കുക. എത്ര എത്തീരിയമാണോ അത് അടിക്കുന്നു, ഈ നോട്ട് ഇവരിവിടെ അടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഏത് അഡ്രസ്സിലേക്കാണോ ഇവർക്ക് വിഡ്രോവൽ വേണ്ട ആ അഡ്രസ്സ് ഇവിടെ അടിച്ചു കൊടുക്കുന്നു. സോ ഈ ഒരു അഡ്രസ്സ് കംപ്ലീറ്റ്ലി പുതിയൊരു അഡ്രസ്സ് ആയിരിക്കും, പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്കായിരിക്കും. അപ്പം ഈ ഒരു 100 എത്തീരിയം അതിലേക്ക് കിട്ടിയ നോട്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, ഇത് ഏത് അഡ്രസ്സാണ് ഏതെന്ന് വന്നതാണെന്ന് അറിയാൻ പറ്റില്ല. സോ ഇങ്ങനെ ഇത് മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് വിഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പറയാൻ പറ്റില്ല, ഇത് ഹാക്കറുടെ ഫണ്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന എല്ലാ വിഡ്രോവൽസും നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടി വരും. പോസിബിൾ ആണ്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് വളരെ ഭയങ്കര റിസ്ക്കിയാണ്, ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഫണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയാണ് ടൊർണാഡോ ക്യാഷ്. അത് എത്തീരിയം അയക്കുന്നു, ഫുൾ മിക്സ് ചെയ്യുന്നു, പല ആൾക്കാരിലും എത്തീരിയം മിക്സ് ചെയ്യുന്നു, ആ കിട്ടുന്ന നോട്ട് പുതിയ അഡ്രസ്സിലേക്ക് കൊടുക്കുന്നു, ആ അഡ്രസ്സിലേക്ക് തിരിച്ചു പോകുന്നു. ഇനിയിപ്പം ഈ വലിയൊരു എത്തീരിയം ഇതിലേക്ക് അയച്ചു, അത്രയും വലിയൊരു എമൗണ്ട് ആണ് ഇവർ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യെസ്, 100 എത്തീരിയം ഒരുമിച്ച്, ഇപ്പോൾ ഒരു 1000 എത്തീരിയം ഒരുമിച്ച് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ഒറ്റയടിക്ക് വിഡ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനത്തെ വാലറ്റ് കുറച്ച് നോട്ട് ചെയ്യാൻ പറ്റും, ഇത് ഹാക്ക് ചെയ്ത ഫണ്ടാണോ അല്ലാത്ത ഫണ്ടാണോ എന്നുള്ളത്. സോ ഇങ്ങനെയൊക്കെയാണ് ടൊർണാഡോ ക്യാഷിന്റെ മൊത്തത്തിലുള്ള വർക്കിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രാക്ടിക്കലാണ് ഫണ്ട് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കണം, അതല്ലാണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇപ്പം ഇത് നല്ല സംഭവമാണല്ലോ. നമുക്ക് ഈ AML ചെയ്യുന്നറിയാം, മണി ലോണ്ടറിങ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. മെയിൻലി ഇത് സാങ്ഷൻഡ് കൺട്രീസ്, US സാങ്ഷൻഡ് ആണ്. നമ്മുടെ ഇന്ത്യയിലും പ്രൈവസി കോയിൻസ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. മൊനേറോ പോലുള്ള കോയിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതായിരുന്നു. സോ ഇത് പ്രൈവസി നെറ്റ്വർക്കാണ്, ആരാണ് എന്താണെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാനും വളരെ സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ നമ്മളെപ്പോലൊരു യൂസർ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണോ ചോദിക്കുകയാണെങ്കിൽ അതിനകത്താണ് ഞാൻ ഇവിടെ ChatGPT സഹായം വെച്ചപ്പോൾ മനസ്സിലായത്, നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഇതിൽ ഈ ടൊർണാഡോ ക്യാഷ് വഴിയാണ് ഫണ്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇഫ് യുവർ ഫണ്ട്സ് ആർ ട്രേസ്ഡ് ബാക്ക് ടു ടൊർണാഡോ ക്യാഷ്, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് മൈറ്റ് റെഫ്യൂസ് ടു അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം യുവർ വാലറ്റ്. അതായത് നിങ്ങളുടെ വാലറ്റിലേക്ക് നിങ്ങളിപ്പോൾ ടൊർണാഡോ ക്യാഷിലേക്ക് ഫണ്ട് അയക്കുക, അല്ലെങ്കിൽ ടൊർണാഡോ ക്യാഷിൽ നിന്ന് നിങ്ങളുടെ ഫണ്ട് തിരിച്ച് നിങ്ങൾ ഈ കൊടുക്കുന്ന അഡ്രസ്സ്, ഇവിടെ കൊടുക്കുന്ന അഡ്രസ്സ് നിങ്ങൾ ഏതെങ്കിലും എക്സ്ചേഞ്ച് ആണെന്നുള്ളത് ടൊർണാഡോ ക്യാഷിൽ നിന്ന് വരുന്ന ഫണ്ടാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എക്സ്ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. ബിക്കോസ് അവർ വിചാരിച്ചാൽ ഇത് ഹാക്ക് ചെയ്തുള്ള ഫണ്ടും ഒരുപാട് ഇല്ലീഗലായിട്ട് വരുന്ന മണി ആയതുകൊണ്ട് തന്നെ സെൻട്രലൈസ് എക്സ്ചേഞ്ചസ് എപ്പോഴും ആ ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് എല്ലാം പാലിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെതായ സഫീഷ്യൻ്റ് ആയിട്ട് പ്രൂഫ് ഒക്കെ കാണിച്ചതിന് ശേഷം മാത്രമേ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ വിച്ച് ഇസ് വെരി റിസ്കി ഫോർ അസ് ഇഫ് യു ആർ യൂസിങ് ദിസ്. നല്ല റിസ്ക് ആണ് നമുക്കത് യൂസ് ചെയ്യണം എന്നുള്ളത്. അത് തന്നെ പിന്നെ ബ്ലോക്ക് ചെയിൻ ആണ്, അഡ്വാൻസ് അനലറ്റിക്സ് ആണ്, എല്ലാം ആണ്, പ്രൈവസിയുടെ കൺസേൺസ് ആണ്, ലീഗൽ റിസ്ക് ഭയങ്കരമായിട്ടുണ്ട്. പല രാജ്യങ്ങളും ഈ പറഞ്ഞ സംഭവങ്ങൾ ബാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ വലിയ ഈ പറഞ്ഞ ക്രിപ്റ്റോ ലോജീസ്, അതായത് വിറ്റാലിക് പോലുള്ള ആൾക്കാരെല്ലാം കംപ്ലീറ്റ്ലി എതിർത്ത് പറഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. കാരണം അവർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താണ്ട് വലിയ രീതിയിൽ ഡൊണേഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും രീതിയിൽ ഫണ്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെയിൻസ് ഒക്കെയാണ് അവർ യൂസ് ചെയ്യുക, പ്രൈവസി ചെയിൻസ് ആണ് യൂസ് ചെയ്യുക. സോ ഇങ്ങനെയൊക്കെയാണ് ടൊർണാഡോ ക്യാഷ് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മുടെ ദിനാരയിൽ ഇത്രയും വലിയൊരു എത്തീരിയം ഒരുമിച്ച് സെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ചല്ല മൾട്ടിപ്പിൾ ടൈംസ് ആയി സെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഇതിപ്പോൾ ഇവർ എങ്ങനെ വിഡ്രോ ചെയ്യും, നമുക്കത് വാലറ്റ് ഹാക്ക് ചെയ്യാൻ പറ്റുമോ, മീൻസ് എല്ലാ വിഡ്രോസും ട്രേസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓഫ്കോഴ്സ് ഈ ഒരു ഫണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ 2 മെത്തേഡ്സ് ആണ്. ഇപ്പം ഇവിടുന്ന് ഒരു 100 എത്തീരിയം ഈ ഒരു വേറെ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവരൊന്നും ഇത് OTC മാർക്കറ്റ് വഴിയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സ്ചേഞ്ച് വഴിയായിരിക്കും സെല് ചെയ്യുന്നുണ്ടാവുക ഈ ടൊർണാഡോ ക്യാഷ് എന്ന് വന്നതും. സോ ആ സമയത്ത് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവും. പിന്നെ ഇവിടെ തന്നെ പറയുന്നത് നോർത്ത് കൊറിയൻ ഹാക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ വായിച്ചിരുന്നു, നോർത്ത് കൊറിയ ഇവിടെ നമുക്ക് അസോസിയേഷൻ വിത്ത് ഇല്ലിസിറ്റ് ആക്ടിവിറ്റീസ് ഡ്യൂ ടു ടൊർണാഡോ ക്യാഷ് ഹിസ്റ്ററി ഓഫ് ബീങ് യൂസ് മണി ഫോർ മണി ലോണ്ടറിങ് നോട്ടബിളി ബൈ നോർത്ത് കൊറിയൻ ഹാക്കേഴ്സ്. ഈ നോർത്ത് കൊറിയൻ ഹാക്കേഴ്സ് തന്നെയാണ് ഈ വെസറെക്സ് ആക്ടിന്റെ പിന്നിലും എന്ന് സാക് XBT എന്ന് പറഞ്ഞാൽ ഭയങ്കര, നമ്മൾ ഹാക്ക് ആയപ്പോൾ തന്നെ നമുക്ക് മണി ലോറൻസോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്നത്. സോ അവർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും അവർക്കിത് പുത്തരി ആയിരിക്കില്ല. ഇതിന് മുമ്പും പല ഹാക്ക് ചെയ്തിട്ട് ഇങ്ങനെ പല രീതിയിൽ ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവും. സോ അവർക്ക് ഈസി ആയിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരിക്കും, അവർക്ക് ഓൾറെഡി കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും.
സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് പറയാൻ പറ്റില്ല ഹാർഡ്ലി ഒരു 10% മാക്സിമം നമുക്ക് ഫുൾ ഫണ്ട് വിഡ്രോ ചെയ്യാൻ കിട്ടും എന്ന് മാക്സിമം പറയാൻ പറ്റുള്ളൂ. വളരെ ചെറിയൊരു എമൗണ്ട് ഇപ്പോൾ ഓൾറെഡി റിട്രീവ് ചെയ്തിട്ട് ഫ്രോസൺ ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഒരു 50% എങ്കിലും നമുക്ക് ഫ്രോസൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വേറൊരു കമന്റ് ഇതിനകത്ത് വന്നത്, ഇപ്പം നമ്മുടെ ഹാക്ക് ആയിട്ടില്ല, നമ്മുടെ ഫണ്ടൊന്നും ഹാക്ക് ആയിട്ടില്ല, കറന്റ് ഇപ്പോൾ അതെല്ലാം അവിടെ തന്നെ ഉണ്ട്, നമ്മൾ BTC-യിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. സോ നമുക്കും അത് കുറച്ചാണോ കിട്ടുക എന്നുള്ളത് എനിക്കത് ക്ലിയർ ആയിട്ടില്ലായിരുന്നു. അത് എനിക്കിപ്പോഴും ക്ലാരിറ്റി ഇല്ല. കാരണം നിങ്ങളുടെ ഫണ്ട് ഹാക്ക് ആയിട്ടില്ല, ഹാക്കായ ഫണ്ട് നിങ്ങളുടെ അല്ല. പക്ഷെ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ മറ്റുള്ള എത്തീരിയം ഒക്കെ കൊടുക്കുന്ന പോലെ കുറച്ച് എമൗണ്ട് മാത്രം, എന്നാലും പറഞ്ഞ പോലെ അത്ര വർത്ത് ഓഫ് എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. സോ അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇനി കിട്ടാനുണ്ട്, കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യാം. സോ ഇങ്ങനെയാണ് ടൊർണാഡോ ക്യാഷിന്റെ ഹിസ്റ്ററി. സോ ഹോപ്പ്ഫുള്ളി ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ ഇത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വന്നവരിക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.